താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നാദിർഷയാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം. സംവിധായകനായി മലയാളികൾ ഒരു സിനിമ ഏറ്റെടുത്തു. രണ്ടാമത്തെ സിനിമയുടെ വർക്കിലാണ്. എങ്ങനെ പോകുന്നു? ആദ്യത്തെ സിനിമ അവർ അക്ബർ അന്തോണിയായിരുന്നു. അത് ജീവിതത്തിൽ എന്താ പറയുക, ഒരു സ്വപ്നം കണ്ട് നടന്നൊരു സിനിമയാണ്. അതായത് സംവിധായകനാകുക എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഇല്ലാത്തതും സിനിമയിൽ വന്നതിന് ശേഷം അഭിനയിച്ച് തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റിയ മേഖല ക്യാമറയുടെ മുമ്പിലല്ല പിന്നിലാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഉള്ളൊരാഗ്രഹങ്ങളിലൊന്നായിരുന്നു സംവിധാനം. ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുത്തു? സംവിധാനം എന്ന് പറയുന്ന സ്വപ്നം എനിക്ക് ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്തത് ശരിക്കും കിരീടം ഉണ്ണിച്ചേട്ടൻ, അതായത് മലയാള സിനിമയിൽ ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റുകൾ നമുക്ക് തന്നിട്ടുള്ള ആ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളെ ഉണ്ണിച്ചേട്ടൻ, പിന്നെ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ, വാളക്കുഴി ഔസേപ്പച്ചൻ, ഇവരൊക്കെ മലയാള സിനിമയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റുകളായിട്ടുള്ള സിനിമകൾ എടുത്തിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ്. ഇവരൊക്കെ ഒരു 10-12 വർഷം മുമ്പാണ് എനിക്ക് എൻ്റെ അടുത്ത് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇത്തരം ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു അപ്പോൾ സ്വയം എന്ത് തോന്നി? എത്രത്തോളം ഒരു എന്താണ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത്? കോൺഫിഡൻസ് അവർക്ക് എന്നിലുള്ള കോൺഫിഡൻസ് ആണെന്ന് തോന്നി. എനിക്കല്ലാതെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു 10-12 ഞാൻ പറഞ്ഞില്ല, അവരൊക്കെ എൻ്റെ അടുത്ത് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ത്രാണിയായിട്ടില്ല. ഞാൻ പച്ചക്ക് അതേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, സാർ എനിക്കറിയാൻ പാടില്ല ഡയറക്റ്റ് ചെയ്യാൻ, എനിക്ക് സിനിമ സംവിധാനം ചെയ്യാൻ അറിയാൻ പാടില്ല, ഞാനതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ലൊരു അസോസിയേറ്റിനെയും നല്ലൊരു എഡിറ്ററെയും കൂടെ തരാം, ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചു. അപ്പോഴും അവർക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഓഡിയോ കാസറ്റും വീഡിയോ കാസറ്റൊക്കെ ഞാൻ അന്ന് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിയോ കാസറ്റിൻ്റെ ഒക്കെ എല്ലാ കാസറ്റുകളും ദൈവാനുഗ്രഹിച്ചിട്ട് ഹിറ്റായിരുന്നു. അപ്പോൾ ചെയ്യുന്ന കാസറ്റുകളാണെങ്കിലും മറ്റുള്ള പ്രോജക്ട്സ് നമ്മൾ ചെയ്യുന്ന നമ്മൾക്ക് കൊക്കിലൊതുങ്ങാവുന്ന സാധനങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം ഹിറ്റായതിൻ്റെ പേരിൽ നമ്മൾ സിനിമ ചെയ്താലും നന്നായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസാണ് അവർക്ക് നമ്മൾക്കൊരു ഓഫർ തരാനായിട്ടുള്ള കാരണം. പക്ഷേ എനിക്ക് സിനിമ സംവിധാനം ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, സാർ ഞാൻ എന്തെങ്കിലും ഡയറക്ടറാകാം എന്ന് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഓക്കെ എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാം, ഇപ്പം ഞാൻ ചെയ്താൽ ശരിയാവില്ല. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അസോസിയേറ്റിൻ്റെ പടവും അല്ലെങ്കിൽ എഡിറ്ററുടെ പടവുമാണത്. അതല്ലാണ്ട് ഞാൻ അത് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള സമയമാണ്. എപ്പോഴെങ്കിലൊക്കെ അതൊക്കെ പഠിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പഠിച്ചു വന്നപ്പോഴേക്കും ഇത്രയും കൊല്ലായിരുന്നുള്ളൂ. പക്ഷേ ആരെയും കൂടെ അസിസ്റ്റ് ചെയ്തല്ല പഠിച്ചത്. കണ്ടും കേട്ടും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പലരോടും ചോദിച്ചും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടൊക്കെ ചെയ്യും. കാരണം എനിക്കതിലൊന്നും ഒരു മടിയില്ലാത്ത കാര്യം, കാരണം എല്ലാം പഠിച്ചുകൊണ്ട് വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സത്യം. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പ് സീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സീൻ എങ്ങനെ വരും, അത് അല്ലെങ്കിൽ അങ്ങനെ മേക്ക് ചെയ്യണമെങ്കിൽ ഉള്ള കൺഫ്യൂഷൻസൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത് ചോദിച്ചു മനസ്സിലാക്കി. ചിലതെല്ലാം അവരുടെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞു മനസ്സിലാക്കി തന്നു. അതൊക്കെ വെച്ചിട്ട് മേക്ക് ചെയ്തതാണ്. നാദിർഷയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകനായപ്പോഴല്ല, മലയാളികളുടെ ഒരു വളരെ അടുത്ത ആളെന്നുള്ള ഇന്നൊരു ഫീലാണ്. ഇതെങ്ങനെ തമാശ ആദ്യം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വന്നതാണോ, അതോ ഒരു എങ്ങനെയാണ് ഇത് സ്ഥാപിച്ചെടുത്തത്? അത് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അത്തരത്തിലുള്ളതായിരുന്നു. സത്യം. ശരിക്കും സ്റ്റേജ് ഷോസിലാണെങ്കിലും കാസറ്റ്സിലാണെങ്കിലും തമാശകളായിരുന്നില്ല. തമാശകളെന്നും ജനത്തിന് ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള തമാശകൾ കാണിക്കുന്ന ആളുകളോടുള്ള ഇഷ്ടമുണ്ട്. ദിലീപിനോടും എന്നോടും ഹരിശ്രീ അശോകൻ ചേട്ടനോടും മണിയുടെ അടുത്തും സെലിംകുമാറിൻ്റെ അടുത്തും അബിയുടെ അടുത്തും ഷിയാസിൻ്റെ അടുത്തൊക്കെ തോന്നിയിട്ടുള്ള ഇഷ്ടമാണത്. അത് ഒരു കാലത്ത് വീഡിയോ കാസറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാസറ്റുകളിൽ കണ്ട് അവരുടെ വീട്ടിലെ സ്ഥിരം അതിഥികളായിരുന്നു ഞങ്ങളെല്ലാവരും ഈ വീഡിയോ കാസറ്റുകളിൽ. അപ്പോൾ അങ്ങനെ തോന്നിയൊരു ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും ഇത്ര വർഷങ്ങളായിട്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലത്തെ സ്ഥലങ്ങളിൽ തന്നെയാണ് നമ്മൾ അഭിനയിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ദിലീപ് ആണെങ്കിലും ദിലീപ് സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം വീടുകളിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനായിരുന്നു വീഡിയോ കാസറ്റുകളിലൂടെ. അതിന് വഴിയൊരുക്കി തന്നതിൻ്റെ പ്രധാന കാരണക്കാർ കെ എസ് പ്രസാദും
പിന്നെ ലാൽ ജോസൊക്കെ അന്ന് വീഡിയോ കാസറ്റ് ഡയറക്റ്റ് ചെയ്തിരുന്നതാണ് ഞങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അന്നത്തെ കുറേ വീഡിയോ കാസറ്റ് പ്രൊഡ്യൂസേഴ്സിനെയാണ് ഞങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ സുപരിചിതരാക്കി തീർത്തത്. പിന്നെ അത്യാവശ്യം ചാനലുകളിൽ വന്ന് ആ ഒരു മുഖപരിചയം കൂടി ജനങ്ങളിലേക്ക് വന്നപ്പോൾ സാധാരണക്കാർക്ക് കുറച്ചുകൂടി നമ്മൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇത് മറ്റാളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പരിചയം അവർക്കുണ്ടായി. അതുപോലെ തന്നെ പാരഡിയും എപ്പോഴും കയ്യിലൊതുക്കി അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു നൈപുണ്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ സിനിമയിലും എത്രത്തോളം എൻജോയ് ചെയ്യുന്നു സംവിധാനം എന്നുള്ള ഒരു ജോലി? സംവിധാനം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അതാണ്. കാരണം എനിക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ എത്തിപ്പെടണം എന്നാഗ്രഹിച്ച് പാടുപെട്ട് അവിടെ എത്തിയപ്പോൾ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. ഞാൻ ജോലി എൻജോയ് ചെയ്യുന്ന ആളാണ്. വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് മാത്രമേ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമുള്ളൂ. വെറുതെ വീട്ടിൽ കയറി 2 ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ ബേജാറാവും. അങ്ങനെ ഒത്തിരി കാലം എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും വീട്ടിൽ അങ്ങനെ ഇരുന്നേ പിന്നെ അപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടോ? ഇതൊരു ഫ്രണ്ട്ലി മെസ്സേജ് ആണ്. ഈവൻ എല്ലാ ആൾക്കാർക്കും ഹൈറ്റ്സും ഡൗൺസും ഉണ്ട് എപ്പോഴും. അല്ല, ഞാൻ പറയട്ടെ, നമ്മൾ കുറേ നാൾ ബിസി ആയിട്ടിരിക്കും. കുറേ കഴിയുമ്പോൾ നമ്മൾ ഇപ്പം സിനിമ ഡയറക്റ്റ് അപ്പം പക്ഷെ അപ്പോഴൊക്കെ നേരിട്ടേക്കണമുള്ള ഒരു പ്രശ്നം, നമ്മൾ ഈ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാദർഷനെ വെച്ചിട്ടൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് അവൻ്റെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളപ്പോഴും ഒന്നും ഡയറക്റ്റ് ചെയ്യുന്നില്ല. അപ്പോഴും ആൾക്കാർ കാണുമ്പോൾ നിങ്ങളൊരു പടം ഡയറക്റ്റ് ചെയ്യുന്നു കേട്ടു. ഞാൻ പറഞ്ഞു ഉണ്ട്. എപ്പോൾ? ചിലപ്പോൾ അടുത്ത വർഷം. ഈ അടുത്ത വർഷം എന്ന് പറയുന്ന സാധനം നീണ്ട് പോയി. അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ സംഭവിക്കണം. സിനിമ നല്ല ഒരു പ്രോജക്റ്റ് ആദ്യത്തെ സിനിമ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ബാധ്യത ഉണ്ട് ബുദ്ധിപരമായിട്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ച സമയത്ത് സിനിമയിൽ ഞാൻ നായകവേഷം ചെയ്തിട്ടുണ്ട്. മേരാനം ജോക്കർ എന്ന് പറഞ്ഞ പടവും പിന്നെ കോരപ്പൻ ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ പടങ്ങളിൽ ആ സംവിധായകർ എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ സിനിമ ചെയ്തു. അപ്പം നമ്മൾ അതിന് ശേഷം ഈ പറഞ്ഞ പോലെ സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഞാൻ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അത് സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മളുടെ ഇപ്പം സിനിമയിൽ അഭിനയിച്ച് വരാമെന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ആ പടങ്ങളിൽ അഭിനയിച്ചില്ലെങ്കിൽ അതിലൊക്കെ അഭിനയിച്ചതിൻ്റെ പേരിൽ അതിൽ ആ 1-2 സിനിമകളിൽ നായകവേഷം പോലും ചെയ്തു. ഞാൻ ആ സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് കുഴപ്പമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിലും പോലും അഭിനയിച്ചിട്ടുണ്ടാവില്ല. അവർ പോലും വേറെ ആരും വിളിക്കാനൊന്നുമില്ല. അതിനുള്ള ടാലൻറ്റും കാര്യങ്ങളൊന്നും ആ സമയത്ത് കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇത്തരത്തിലുള്ള സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അല്ലെങ്കിൽ ഡയറക്ഷൻ മേഖലയൊക്കെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് അതേ സമയത്ത് തന്നെ വന്നു. തിരിച്ചറിവ് വന്ന സമയത്ത് മാറിയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ നാൾ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വന്നതാണ്. കാസ്റ്റിംഗ് എപ്പോഴും ഡിഫറെൻ്റ് ആണ്. ഈവൻ ഒരു സംവിധായകൻ്റെ ആവിഷ്കാരമാണ് സിനിമ. അതുപോലെ തന്നെയാണ് സംവിധായകൻ ആ ക്യാരക്ടേഴ്സിനെ ആദ്യം കാണും നമ്മൾ സ്ക്രീനിൽ കാണുന്നതിന് മുമ്പ്. അപ്പം ജയസൂര്യയുടെ ക്യാരക്ടറുകൾ, അമർ അക്ബർ ആൻ്റണിയിലെ ഓരോരുത്തരുടെയും സ്പെഷ്യാലിറ്റി അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് ഋതിക് റോഷൻ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ്റെ ഒരു കാസ്റ്റിംഗ്? അമർ അക്ബർ ആൻ്റണി എഴുതിയ അതേ റൈറ്റേഴ്സ്, ബിപിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അവർ രണ്ടുപേരാണ് ആ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അതിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന 2 നടന്മാരാണ് അവർ. വിത്ത് സ്ക്രിപ്റ്റായിട്ട് വന്ന് ഞങ്ങൾക്ക് ഇതിനകത്ത് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് ചാൻസ് ചോദിച്ചു വന്ന അന്ന് 2 പേരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, നിങ്ങൾ അഭിനയിക്കില്ല, ഞാൻ ഈ പടം എൻ്റെ ലൈഫിലെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ സ്വപ്നം കണ്ടിരുന്നുണ്ട്. ആദ്യത്തെ സിനിമ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ അതിനകത്ത് ഒറ്റ കേസുള്ളൂ, നിങ്ങൾക്ക് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യില്ല. എന്തുവാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സിനിമയുടെ പേര് ഓഡിയൻസ് എന്നായിരുന്നു അവരിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 3 നായകൻ. അന്ന് അതിൽ ഒരു മെയിൻ നായകനും 2 പേര് സപ്പോർട്ടിങ്. അവർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഇതിനകത്ത് സപ്പോർട്ടിങ് ഒരു ഹീറോ ആരെങ്കിലും വെച്ചിട്ട്. ഞാൻ പറഞ്ഞു, ഒരു ഹീറോ അല്ലേ ഈ പടത്തിൽ. എനിക്ക് കഥ കേട്ടപ്പോൾ തോന്നിയത് 3 ഹീറോസിനെ വെച്ചിട്ട് അമർ അക്ബർ ആൻ്റണി എന്ന് പറഞ്ഞ ടൈറ്റിലിട്ട് അങ്ങനെ ചെയ്യാം നമുക്ക്. പക്ഷെ നിങ്ങളായിരിക്കില്ല അഭിനയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ബിപിൻ ജോർജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, ആ കലാകാരൻ, എഴുത്തുകാരൻ, അദ്ദേഹം ഒരു കാലിന് സ്വാധീനക്കുറവുള്ള വ്യക്തിയാണ്.
ആ കഥാപാത്രത്തെയാണ് ജയസൂര്യ അവതരിപ്പിച്ചത്. അത് ജയസൂര്യ വളരെ അഭിമാനത്തോടെ എന്നോട് വന്ന് ഇങ്ങനെ നാദിർഷൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. താരപ്പകറ്റിൽ തന്നെ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വേഷം എന്നിൽ കണ്ടു എന്നുള്ളത്. അല്ല, ജയൻ ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളിൽ ഭയങ്കര ഡെഡിക്കേഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് ആ ബിബിൻ അവന് കാലിന് സ്വാധീനമുണ്ട്. അവൻ്റെ ക്യാരക്ടർ ചെയ്തപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ തൊട്ട് അവൻ്റെ ലൈഫ് സ്റ്റൈൽ എല്ലാ കാര്യങ്ങളും ഇവൻ ചോദിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു അവൻ്റെ കൂടെ അവന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം അവൻ്റെ കൂടെ താമസിച്ച് പഠിച്ച കൊള്ളാമെന്നുള്ളൊരാഗ്രഹം അത്രയും ഭയങ്കരമായിട്ട് ഏത് സമയത്ത് ഡീപ്പാണ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു പല സീൻസിൽ ഈ കാലിൽ പാൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അകത്ത് വയ്ക്കുന്ന കാലിബർ ആ സാധനം വെക്കേണ്ട കാര്യമില്ല സീൻസിൽ. വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സീനിൽ കാണുപോലുമില്ല. ഞാൻ പറയാം, അതിന് വേണ്ട നീ ഇരിക്കുകയാണ്, ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇത്ര ക്ലോസ് എടുക്കാനും സ്ഥലനാഷിക്ക ഞാൻ അത് വെച്ചോളൂ. ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് ഇത്രയല്ലേ പറയും. അല്ല, അതുണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഫീൽ. ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആ ഒരു സാധനം ചിലപ്പോൾ ഞാൻ വിട്ടു അതുണ്ടെങ്കിലും ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ക്ലോസ് എടുക്കുന്ന സമയത്ത് വരെ അത് വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര ഇൻവോൾവാണ് അതിന് വേണ്ടിയിട്ട്. അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ അദ്ദേഹത്തിനുണ്ട്. രാജുവിനുണ്ട്. രാജു കണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളിൽ ഒരു പ്രാവശ്യം സ്ക്രിപ്റ്റ് ഇതിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്കാൻ ചെയ്യും പോലെയാണ്. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രോമിറ്റിങ്ങും വേണ്ട, ഒന്നും വേണ്ട. ആ ഒരു 2 പേജ് ഡയലോഗ് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇന്ദ്രൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര കൗതുകപരമായിട്ട് നോക്കി കാണുന്ന ആളാണ്. അതിന് എല്ലാത്തിലും ഒരു ആകാംക്ഷയുണ്ട്. അത് അങ്ങനെ അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾ അല്ല ഞാൻ പറയുന്നത്, ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന കൂടെ വർക്ക് ചെയ്തിരിക്കും. ഇപ്പം ദിലീപിൻ്റെ കാര്യത്തിലാണെങ്കിൽ ദിലീപിനെ പണ്ട് തൊട്ട് അറിയാവുന്നതിൻ്റെ പേരിൽ ഒരു സാധനത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ തന്നെയാണ്. ഊണുമില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. 3 മണിക്ക് വെളുപ്പിന് 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് അതിനെപ്പറ്റി ആലോചിക്കണമാണ് അവന്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഭക്ഷണം വേണ്ട ഇതുണ്ട്. ഒരു ക്യാരക്ടറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയാണ്. ആ ചാന്തുപൊട്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത് സിനിമ ഓഫ് സ്ക്രീനിൽ പോലും ചിലപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ആ ക്യാരക്ടറാണ്. എടാ ഞാൻ എന്നൊക്കെ പറഞ്ഞു കൈയൊക്കെ ഇങ്ങനെയൊക്കെ പോകണതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും എല്ലാ മലയാള സിനിമയിൽ അഭിനയിച്ച് പേരെടുത്തിരിക്കുന്ന എല്ലാ നടന്മാരും നടിമാരും അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരെല്ലാം രക്ഷപ്പെട്ടത്. അപ്പം ഞാൻ സംവിധാനം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ആ കലയോട് എനിക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പം കട്ടപ്പനയിലെ ഋതിക് റോഷൻ. ഈ കട്ടപ്പനയിലെ ഋതിക് റോഷനിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടനെ ഞാൻ അതിനകത്ത് ഹീറോ ആക്കിയതും എനിക്ക് ആ കഥയോടുള്ള ഒരു ഡെഡിക്കേഷനാണ്. ആ സബ്ജക്റ്റിന് ആപ്റ്റായിട്ടുള്ള വ്യക്തി എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ശരിക്ക് അതിന് വേണമെങ്കിൽ ബിസിനസ് പരമായിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ പല നടന്മാരെ ഉപയോഗിക്കാം. ഇപ്പോൾ നിലവിൽ വാല്യൂ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ഉള്ള അല്ലെങ്കിൽ സിനിമയിൽ കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്തിട്ട് അവർക്കും കൂടി അത് നല്ലതാണ്. ഇങ്ങനത്തെ അതായത് നമ്മൾ കുറവുകൾ കൂടുതലുള്ളവൻ്റെ കഥ എന്നാണ് നമ്മളുടെ ഇതിൻ്റെ ടാഗ്ലൈൻ. അപ്പോൾ ഈ കുറവുകൾ കൂടുതലുള്ളവനാക്കാനായിട്ട് ഒരു സുന്ദരനായിട്ടുള്ള ഒരാളെ വളരെ ഞാൻ പറയണത് അങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് അദ്ദേഹം ആ ചെയ്യുന്ന ആൾക്കും കൂടി ഒരു ശരിക്കും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യാൻ പറ്റും. എനിക്കത് ബിസിനസ് വാല്യൂ ഉണ്ടാക്കാം. വേണമെങ്കിൽ എനിക്ക് ദിലീപിനെ വെച്ചിട്ട് തന്നെ ദിലീപ് പല കോലം കെട്ടി അഭിനയിക്കുന്ന ആളാണ്. ദിലീപ് എൻ്റെ അടുത്ത് ചോദിച്ചാണ്, എടാ വേണമെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ നിനക്ക് വേണോ, നിനക്ക് അങ്ങനെ ചെയ്യണമെന്ന് കഥ കേട്ടിട്ട് ഇഷ്ടമായി, ഞാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നീ പറയുന്ന ടൈപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറഞ്ഞത് നമുക്ക് അതിനേക്കാൾ നല്ലത് ഈ വിഷ്ണു സ്ട്രൈറ്റ് ഇരിക്കും. ഇവൻ ഇങ്ങനത്തെ ഒരു രൂപമുള്ള ഒരു സാധാരണ നേരെ മുമ്പിലിരിക്കുന്ന ഒരാൾ, അയാളെ വെച്ചിട്ടൊരു സിനിമ ചെയ്ത് അത് സക്സസ് ആകണമെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. അത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നമുക്കുള്ള ഭയങ്കര ഒരു റിസ്ക് എടുത്തിട്ടുള്ള അത് സക്സസ് ആയാൽ അതിൻ്റെ ഒരു ത്രില്ല് ഭയങ്കരമാണ്.
ആ ത്രില്ല് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനകത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ധൈര്യ സമേതം നായകനാക്കിയത്. കാരണം നമ്മൾ വെറുതെ ഒരു ജോലി ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ച് ഒരു ത്രില്ല് വേണം, ഒരു കുറച്ച് റിസ്ക് എടുക്കാനായിട്ട്. ഇപ്പം ഞാനും ദിലീപും കൂടി എടുത്തേക്കുന്ന റിസ്കുകൾ തന്നെയാണ് പണ്ട് ഓണത്തിനടുക്ക് പൂട്ടുവച്ചവടം വന്നതും മാവേലി കൊമ്പത്ത് ഇറങ്ങിയതും. പിന്നെ ജയൻ എന്ന് പറയുന്ന ആ ഒരു വലിയ കലാകാരനെ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഈ ഹാസ്യ രൂപത്തിൽ അങ്ങനെ ഒരു റീ എൻട്രി അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം വരാൻ ഞങ്ങളുടെ കാസറ്റുകളിലായിരുന്നു അന്ന് കാരണക്കാരൻ. പിന്നെ കലാഭമണിയുടെ നാടൻ പാട്ടിൻ്റെ പരീക്ഷിച്ചതും. അപ്പം നമ്മൾ പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അതുപോലെ ആ റിസ്ക് എടുക്കാൻ ദിലീപും കൂടി തയ്യാറായി. ഇതിൽ ഡോക്ടർ സക്കറിയ തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുണ്ട് ഈ പടത്തിൽ. അദ്ദേഹം അമറക്പുരം തോണി ചെയ്തതാണ്. അദ്ദേഹത്തിന് എന്നിലുള്ള വിശ്വാസം ആ പടം സക്സസ് ആയത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ദിലീപും ഈ പടത്തിൽ ദിലീപ് ഒരു പുതിയ നായകനെയാണ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചങ്കുറ്റം കാണിക്കുന്നത്. അപ്പോൾ അതിന് റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ത്രില്ല് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ദിലീപിനുണ്ട്, ഡോക്ടർക്കുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് ആണ് കട്ടപ്പനയിൽ എടുത്തിട്ട് വർഷം. ഷൂട്ടിംഗ് മുഴുവൻ ഇടുക്കി, കട്ടപ്പന, തൊടുപുഴ, പിന്നെ നമ്മളുടെ വാഗമൺ, ഇത് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ബിജിപാലാണ് RR മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഞാനാണ് പടത്തിൽ. 3 പാട്ടുകളുണ്ട്. ആ 3 പാട്ടുകൾ ഞാൻ മ്യൂസിക്, അത് അമർ അക്ബറിൽ നമ്മൾ തന്നെയായിരുന്നു ചെയ്തത്. ഇതിൽ RR ബിജിപാലാണ്. പിന്നെ ക്യാമറ ശ്യാംദത്ത് ഇപ്പോൾ വിശ്വരൂപ സെക്കൻഡൊക്കെയാണ് ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിനു മുമ്പ് ചെയ്തത്. പിന്നെ എഡിറ്റിംഗ് ജോൺ കുട്ടി, പിന്നെ ജോസഫ് നെല്ലിക്കൻ ആർട്ട്, ഇവർ രണ്ടുപേരും പുലിമുരുകൻ കഴിഞ്ഞ് ചെയ്യുന്ന പടം ഇത്. വലിയ വലിയ ടെക്നീഷ്യൻസൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ആള് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ആൾ മാത്രം പുതിയ ആളാണെന്നുള്ളൂ. ബാക്കി എല്ലാ മേഖലകളിലും വലിയ ഇപ്പോൾ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് കലാമാസ്റ്ററും ബൃന്ദ, ദിനേശ്. മൂന്ന് സോങ് 3 പുലികളാണ് ചെയ്തിരിക്കുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്ന വേറൊരു പുലി. അതുകൊണ്ട് അങ്ങനെ പറയുമല്ലോ സംവിധാനം. ഞാനിപ്പോൾ ആ പടം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സലീം കുമാറിൻ്റെ റീ എൻട്രിയാണ്. സലീം കുമാറിനൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൈവിട്ടു പോയ ഒരു സലീം കുമാർ, അതായത് നമ്മളെപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു സലീം കുമാറുണ്ട്. സത്യം. ഈ ട്രോള് ഞാൻ പറയാറുണ്ട് സലീമിൻ്റെ അടുത്ത്, നിൻ്റെ തല വെച്ചിട്ടുള്ള ട്രോൾ, അവൻ്റെ പല എക്സ്പ്രഷൻസ് ഇങ്ങനെ, അവൻ ഏത് എക്സ്പ്രഷൻ ഇട്ടാലും അത് ട്രോളായിട്ട് വരും. അപ്പോൾ ട്രോളുകാരുടെ സൂപ്പർ സ്റ്റാറാണ് സലീം. അപ്പോൾ ഈ ട്രോളിലൊക്കെ വരുന്ന സലീമിൻ്റെ ഒരു മുഖം അതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ ഈ പുലിവാൽ കല്യാണം, പിന്നെ തെങ്കാശി പട്ടണത്തിലൊക്കെ അഴിഞ്ഞാടിയ ഒരു സലീം കുമാറുണ്ട്. അതിനിപ്പോഴും നമുക്ക് കാണാൻ സലീം കുമാർ മികച്ച വേഷങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ദേശീയ അവാർഡ് വരെ കിട്ടി. അതൊരു കലാകാരനെ, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വേണം. പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതിലേക്ക് ഒരു വരവ് വരണം. അപ്പം ആ ഒരു വരവ് ഇതിനകത്തുണ്ട്. സലീം കുമാറുണ്ട്, സിദ്ദിഖ ഉണ്ട്. സിദ്ദിഖയും എല്ലാവരും അവർ ഹ്യൂമർ സെക്ഷൻ എന്ന് പറയുന്നത് കുറേ നാളിന് ശേഷം ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത് സിദ്ദിഖ, സലീം കുമാർ, ധർമ്മജൻ, പിന്നെ കലാഭവൻ ഷാജോൻ, കോട്ടയം നസീർ, പിന്നെ പ്രയാഗ മാർട്ടിൻ ആണ് ഹീറോയിൻസിൽ 2 പേരുണ്ട്. പ്രയാഗയുണ്ട്, നമ്മുടെ ലിജോമോൾ മഹേഷിൻ്റെ പ്രതികാരത്തിലെ കുട്ടി, നമ്മുടെ സൗബിൻ്റെ പേരായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റോഷൻ ചിറ്റൂരാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ കൂട്ടായ്മ, മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട്. അല്ല, ഈ ടീമിൻ്റെ ഒരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോങ്ങിൻ്റെ സീക്വൻസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കോസ്റ്റ്യൂമർ സഖിയും ഈ ജോസഫ് നെല്ലിക്കനും പ്രൊഡക്ഷൻ കൺട്രോളർ റോഷൻ ചിറ്റൂരും ഇവരെല്ലാവരുടെ ഒരു ടീം അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാനൊരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് അടുത്ത ആഴ്ചയല്ലേ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സ്ഥലത്ത് ആട് എന്ന് പറഞ്ഞാൽ ആന വരെ എത്തിച്ച് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അതൊരു ടീം വർക്കാണ്. ഈ ടീം വർക്കിൻ്റെ വിജയമാണ് അതെ. കാരണം ഞങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു ലൊക്കേഷനിൽ നമുക്കൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനാണത് എന്നൊരു ചോദ്യം പല പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് തൊട്ട് പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഭാഗത്തുനിന്ന് തൊട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പ്രൊഡക്ഷൻ കൺട്രോളറുടെ അടുത്ത് നമ്മൾ ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ അത് ആന ഇല്ല, നമുക്ക് അവിടെ ഒരു
ആടിനെ ഇവിടെ കിട്ടുള്ളൂ എന്ന് പറയും. പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് വരുമ്പോൾ പ്രൊഡ്യൂസർ എന്തിനാണ് അവിടെ ആടിനെ കൊണ്ടുവന്ന് നിർത്തുന്നത്, അവിടെ നമുക്ക് വെറുതെ ഒരു കോഴി നിർത്തിയാൽ പോരെ. എന്നാലും അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഇതൊന്നുമില്ല. നമ്മളെന്ത് പറയുന്നു ആ സാധനം കൃത്യമായിട്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആവശ്യപ്പെടാറുള്ളൂ. അനാവശ്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് ഫ്രെയിമിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒരു അധിക എക്സ്പെൻസ് ഉണ്ടാക്കി വെക്കാമെന്ന് പറയുന്നതിൻ്റെ ഇതിലേക്ക് പോയിട്ടില്ല. ദിലീപും നാദൃശ്യ എന്ന് പറഞ്ഞ മനസ്സറിഞ്ഞ കൂട്ടുകാരാണ് അന്നു മുതൽ ഇന്ന് വരെ. എങ്ങനെ ഈ സൗഹൃദത്തിൻ്റെ രഹസ്യം എന്താ? സൗഹൃദത്തിൻ്റെ രഹസ്യം ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം ഇടപെടുക എന്നുള്ളതാണ് സൗഹൃദത്തിൻ്റെ രഹസ്യം. അനാവശ്യ കാര്യങ്ങളിൽ ഞാനും ഇടപെടാറില്ല, ദിലീപ് ഇടപെടാറില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ആരെങ്കിലും ഞങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പരദൂഷണം പറഞ്ഞാൽ സ്ട്രെയിറ്റ് വിളിച്ച് ചോദിക്കാനായിട്ടുള്ള വേറൊരാളുടെ തേർഡ് പേഴ്സൻ്റെ ആവശ്യമില്ല. എടാ നീ മറ്റേ ഇതിങ്ങനെ സംസാരിച്ച എവിടെയെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാരാ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്ഥലത്ത്, ശരി, തീർന്നു. അല്ലെങ്കിൽ മുഖത്ത് നോക്കി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഫോണിലൂടെ ഒന്നുമില്ല, നേരെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വന്നിരുന്ന് ചോദിക്കാനായിട്ടുള്ള രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ നമുക്ക് ഈ സൗഹൃദങ്ങൾ നഷ്ടപ്പെടണമെന്നറിയോ. ഇതിനിടയിൽ വന്ന് ഈ സൗഹൃദങ്ങൾ കുറ്റം പറഞ്ഞ് മുതലെടുക്കാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് നാദൃഷ അദ്ദേഹം വിശ്വസിക്കരുതിട്ട് ദിലീപ്. അയാൾ കഴിഞ്ഞ ദിവസം അയാൾ നല്ലതാണെങ്കിൽ, അയാൾ ദിലീപായിട്ട് അത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റ് നിങ്ങളെ നായകനായിട്ട് ചിന്തിക്കാണ്ട് മറ്റ് ഹീറോസിനെ വെച്ചിട്ട് പടം ചെയ്തു? എൻ്റെ ഒരു ചോദ്യം കളഞ്ഞു. ഇതൊക്കെ എത്ര പ്രാവശ്യം ചോദിച്ചേക്കണം. അതിനൊക്കെ ഉത്തരവുണ്ട്. കാരണം ദിലീപ് തന്നെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ പടം ചെയ്യാൻ പോകണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഹീറോ, ഞാൻ പറഞ്ഞ പ്ലാൻ ചെയ്യുന്നത് 3 ഹീറോസാണ്. അപ്പോൾ അതിൽ ദിലീപൊക്കെ ആണെങ്കിൽ ദിലീപിൻ അതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരു 3 ഹീറോസ് വെച്ചിട്ട് അങ്ങനെ ഒരു പടം. കാരണം അത് ദിലീപ്, മമ്മൂക്ക, ലാലേട്ടനൊക്കെ ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് അവരുടെ ഇതിൽ. ഇപ്പോൾ രാജു ആണെങ്കിലും രാജു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ജയസൂര്യം, ഇവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സെയിം ഏജിലുള്ള എടാപോടാ വിളിക്കാൻ പറ്റുന്ന ഒരു 3 പേര് അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ അതിൽ കുറച്ച് ഫ്ലെക്സിബിളായിട്ട് അവരൊരു ടീം വച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണ മനസ്സിൽ കൃത്യമായിട്ട് പൃഥ്വിരാജും ജയസൂര്യം ഇന്ദ്രജിത്ത് എന്നൊക്കെ പറയുന്നൊരു ബാച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവരാ ക്ലാസ്മേറ്റ്സിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓഡിയൻസിനും അറിയാം. പിന്നെ അവർ തമ്മിലുള്ളൊരു റാമ്പുണ്ട്, ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ലാത്തൊരു ടീമാണത്. അങ്ങനെ ടീം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ കൂടുതൽ ഡയലോഗ് പറഞ്ഞാൽ മറ്റാക്കി ഈഗോ അടിക്കും. ഇതൊന്നുമില്ല. ഇത് അവർ തമ്മിൽ ഒരു ഭയങ്കര ഒരു പ്രശ്നമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ഉള്ളതിൻ്റെ പേരിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കട്ടപ്പനയിൽ ഋതിക് റോഷനിൽ ബിപിൻ ജോർജ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം കൂടെയുള്ള എഴുത്തുകാരനെ ഹീറോ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 2 എഴുത്തുകാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനകത്ത് ഒരു എഴുത്തുകാരൻ നായകനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേ എഴുത്തുകാരന് ഈഗോ അടിക്കുക ഉള്ളൊരു കാര്യമുണ്ട്. കാരണം ഒരാൾ രക്ഷപ്പെട്ട് കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാൾ സെപ്പറേറ്റ് ആയി പോവില്ലേ. ശരിക്കും ഇതൊന്നുമല്ല. ഇത് എൻ്റെ അടുത്ത് പോലും രഹസ്യമായിട്ട് അവന് ഭയങ്കര ആഗ്രഹം കേട്ടോ അഭിനയിക്കാനായിട്ട്. എന്തെങ്കിലും ഒരു നല്ല വേഷം അവന് കൊടുക്കണമെന്ന് പറയും. എനിക്ക് തന്നില്ലെങ്കിലും വേണ്ടില്ല, അവന് കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു സൗഹൃദം അവരുണ്ട്. അതാണ്. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നല്ല നടനാണ്. അദ്ദേഹം ഒരു പുതിയ ആളെ കൊണ്ടുവന്നിട്ട് ഞാൻ പരീക്ഷണം നടത്തിയതല്ല. അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകളിൽ മായാവിയിൽ പോയി തരത്തിപ്പൊക്കളിടാന്ന് പറഞ്ഞിട്ട് സലീംകുമാറിൻ്റെ അടുത്ത് പറയുന്ന ഒരു കൊച്ചു പയ്യനെ തൊട്ട് കുറേ സിനിമകളിൽ ഒരു സീൻ വന്നിട്ടുള്ളൂങ്കിലും വിഷ്ണു ഷൈൻ ചെയ്തിട്ട് പോകാം. അതിൽ ഏതാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, പറഞ്ഞാൽ മനസ്സിലാവും. ഇത് ഇയാളായിരുന്നല്ലേ എന്ന് നമ്മൾ ഓർക്കുന്ന തരത്തിലുള്ള ഇവൻ്റെ പെർഫോമൻസിൽ അവൻ സ്കോർ ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ അമറക് ബ്രന്തോണിയിലും ആ കത്തിയെടുത്ത് ജയസൂരിയുടെ വള്ളക്ക് വെച്ചിട്ട് ഇതിനോട് ഞാൻ പറഞ്ഞല്ലടാ പന്നി വേണ്ടെന്ന് പറയുന്ന സാധനത്തിന് തനി ആ ഒരു ലോക്കൽ അത് വരണമെങ്കിൽ ആർട്ടിസ്റ്റിന്റെ കണ്ണിലേ വരുള്ളൂ. അത് ആ ഒരു ഷോട്ട്
എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മോണിറ്ററിൽ നോക്കിയിട്ട് പറഞ്ഞു ഇവൻ പുലിയാണ് കേട്ടോ എന്ന് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ ആ ഡയലോഗ് ഡെലിവറി എല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇവൻ നോക്കിക്കോ ഇവൻ പുലി. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്തോ ദൈവാധീനം കൊണ്ട് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു കഥ വന്ന് നോക്കിയപ്പോൾ എന്തിന് ഞാൻ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെന്ന് പറഞ്ഞ പോലെ മുമ്പിൽ ആളിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ പോയിട്ട് വേറെ ആളെ തപ്പേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് അറിയാം, നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിലും നമ്മളുടെ ലൈഫിലും നമ്മളുടെ തൊട്ടടുത്തുണ്ടാവും ആള്, നമ്മളത് കാണില്ല. നമ്മളുടെ നേരെ മുമ്പിൽ നമ്മൾ അല്ലെങ്കിൽ വെറുതെ ഒന്ന് തല വെട്ടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഇപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ കഥാപാത്രങ്ങൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ കേട്ടോ, ഈ ചുറ്റുവട്ടത്ത് കിഡിലൻ ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ നമ്മളത് വിട്ടിട്ട് നമ്മൾ തപ്പി വേറെ രാജ്യങ്ങളിലേക്ക് പോകും. ഒരു വില്ലൻ വേണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഹിന്ദിയിലേക്ക് പോകണം. ഹിന്ദിയിലെ വില്ലനുള്ളൂ, കേരളത്തിൽ വില്ലനില്ലാത്ത കൊണ്ടാണ്. നേരെ പോകും വേറെ തമിഴ്നാട്ടിൽ നിന്ന് വില്ലനെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തൊരു ഫ്ലൈറ്റിന് ആളൊക്കെ വന്ന് ഇറങ്ങിയാലാണ് നമുക്ക് ഇത് വില്ലനാണ് കേട്ടോ നമ്മുടെ പടത്തിൽ എന്ന് തോന്നുള്ളൂ. ഞാൻ മറ്റേ അമറക് തോണിയിൽ വില്ലൻ ചെയ്തപ്പോൾ കളമശ്ശേരിയിൽ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ അടുത്ത് ചാൻസ് വെച്ച് ഒന്നാണ് ഷെഫീഖ് എന്ന് പറഞ്ഞാൽ ബംഗാളിയായിട്ടാന്ന് വെച്ചത്. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വേഷം തരും, അതിൽ പൃഥ്വിരാജ് ജയസൂര്യന്ദ്രയൊക്കെ അല്ലേ ഒരു കുഞ്ഞു വേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അവനെൻ്റെ ഒരു റിലേറ്റീവ് കൂടിയാണ്. അപ്പോൾ ശരിക്ക് അപ്പോൾ ആ കല്യാണത്തിന് വെച്ചുകൊണ്ട് ഞാനത് കണ്ടുവിട്ട് ഞാൻ പറഞ്ഞു നിൻ്റെ നമ്പർ തന്നേക്കെന്ന് പറഞ്ഞിട്ട് നമ്പർ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ പലപ്പോഴും ചില നമ്പറുകൾ നമ്മൾ വാങ്ങിച്ചു വയ്ക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? എടുക്കാതിരിക്കാൻ. ഞാൻ പേരും ഫീഡ് ചെയ്ത് വയ്ക്കും. ഒരിക്കലും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫീഡ് ചെയ്യുന്ന പരിപാടിയുണ്ട് അതൊക്കെ. അപ്പോൾ ഞാൻ പക്ഷേ ഇവൻ്റെ എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ള വെറുതെ ചുമ്മാ ഒരു തോന്നല് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഹിന്ദിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ബംഗാളി ലുക്കുള്ള ഒരാളെ തപ്പി നമ്മളുടെ ക്രൂ പാഞ്ഞ് അങ്ങനെയൊക്കെ സമയത്താണ് ഞാൻ ഇവനാ സമയത്ത് ജോലിയൊക്കെ കിട്ടി ദുബായി പോയി എവിടെ കയറുന്നത്. ഞാൻ പറഞ്ഞു നീ ഒന്ന് തിരിച്ചു വരുമെന്ന് ചോദിച്ചു. എന്തിനാ? തിരിച്ചു വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് ഇവനെ മുടിയും താടിയും മീശയൊക്കെ വെട്ടി അതിലെ ധാപ്പനാക്കിയാണ്. അത് റിയലായിട്ട് ശരിക്കും ഒരു ബംഗാളി തോറ്റുപോകും. അതല്ല, അത് നമുക്ക് കിട്ടിയാണ്. ഇയാൾ എവിടെന്നോ നമ്മൾ കൊണ്ടുവന്ന ആളാണെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ നേരെ മുമ്പിലുണ്ട്. അതുപോലെ എൻ്റെ നേരെ മുമ്പിൽ നിന്ന് കിട്ടിയാണ് വിഷ്ണു നല്ല ആക്ടറാണ്. എനിക്ക് ഒരു കാര്യമുണ്ട്, ഈ സിനിമയുടെ ഒരു സക്സസ് എന്ന് പറയുന്നതിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടൻ്റെ എഴുത്തുകാരൻ്റെ ആ ടീമിൻ്റെ ബിബിൻ്റെയും വിഷ്ണുവിൻ്റെ എഴുത്തിൻ്റെയും ഞങ്ങളുടെ ഒരു ടീം വർക്ക്, ക്യാമറ മറ്റേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് ഓൾ ക്രൂ അതിൻ്റെ എല്ലാം ഒരു അധ്വാനത്തിൻ്റെ ആകത്തുകയാണ് സിനിമ. സംവിധായകൻ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളാണ്. ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്നൊക്കെ പറയുന്നത്. 2 സിനിമ ചെയ്തപ്പോഴും എനിക്ക് തോന്നുന്നു അമർ അക്ബർ ആന്റണി ചെയ്തപ്പോഴും ഞാനത് അതിനിടയ്ക്കും നാദർഷയെ കണ്ടു. ഇപ്പോഴും മുഖത്തൊരു ക്ഷീണമുണ്ട്. ശരിക്കും അത് ജോലി ക്ഷീണമുണ്ടാവും. പണിയെടുക്കാതെ വെറുതെ വീട്ടിൽ കയറി ഇരിക്കല്ലോ. ഏത് സമയത്തും ഞാൻ അമുൽ ബേബി പോലെ ഇങ്ങനെ ഇരിക്കണ്ടൊക്കെ ക്ഷീണമൊക്കെ വേണം. കുറേ ഞാൻ വണ്ണമൊക്കെ കുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. കുറച്ച് ക്ഷീണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ പിന്നെ മെൻ്റലി ടയർഡാകാതിരുന്നാൽ മതി. മെൻ്റലി എനിക്ക് ബാക്കി കാര്യങ്ങളിൽ നമ്മളുടെ രൂപവും കോലവും മറ്റേ ഷൂട്ടിംഗ് സമയത്ത് കത്തി കരിവാളിച്ച് എൻ്റെ മക്കൾ രണ്ടുപേരും എന്നെ കാണുമ്പോൾ ബാപ്പി കറുത്ത് കരിവാളി. ഞാൻ പറഞ്ഞു ശരി എന്ത് ചെയ്യാനാണ്, ബാബയ്ക്ക് വെയിലുള്ളാതിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വെയിലുള്ളാതിരിക്കാൻ വേണ്ടി നിവർത്തില്ല, AC-നകത്ത് കയറിയെന്നല്ല ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അധ്വാനമാണ്. അപ്പം നമുക്കതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പണിയെടുക്കുക, അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്.